നമ്മുടെ ക്ഷേമ പെൻഷൻസ് മുഴുവനും ചില അനർഹർ കൈപ്പറ്റി എന്ന വിവരം നമ്മൾ അറിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പ് മന്ത്രി എന്നെ വന്ന് പറഞ്ഞു, BMW കാറുള്ളവർ പോലും 1600 രൂപ മാസ പെൻഷൻ വാങ്ങി എന്നത്. അത് സർക്കാരിൻ്റെ ഒരു ഒരു ജാഗ്രത കുറവ് തന്നെയാണ്, ഒരു കെടുകാര്യസ്ഥ തന്നെയാണെന്ന് വേണം നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും അത് കണ്ടെത്തിയിരിക്കുന്നു. അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ ധനവകുപ്പ് മന്ത്രി പറഞ്ഞു. അതിന് പിന്നാലെ ഇന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു പ്രത്യേക യോഗം വിളിച്ചുകൂട്ടി ഈ വിഷയത്തെ ചർച്ച ചെയ്യാനും ഈ വിഷയത്തിൽ കൈക്കൊള്ളേണ്ട നടപടികൾ എന്തൊക്കെയാണെന്നൊക്കെ ആലോചിക്കാനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തന്നെ ഇന്ന് ഒരു യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. അങ്ങനെ അനർഹമായ ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യോഗത്തിൽ തീരുമാനമെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നു വ്യക്തമായ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനമുണ്ടായിരുന്നത്. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടി എടുക്കും. അതേ കൈപ്പറ്റി തുക പലിശ സഹിതം തിരിച്ചു പിടിക്കും എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും. ഈ പെൻഷൻ വാങ്ങിയവർക്ക് മാത്രമല്ല, ഇവര് എങ്ങനെ ഇതിനകത്ത് കയറിക്കൂടി, ഇവരെ കൃത്യമായി പരിശോധിക്കുകയാണോ ഇവരെ കയറ്റിവിട്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവരെ ലിസ്റ്റിൽപ്പെടുത്തിയത് എന്നതും കൂടെ അന്വേഷിക്കും. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായും കർശന നടപടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. മരിച്ചവരെ അതാത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും. അതിന് ഫേസ് ഓതന്റിഫിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും. വരുമാന സർട്ടിഫിക്കറ്റ്, ആധാര സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും. സർക്കാർ സർവീസിൽ കയറിയതിനു ശേഷം മസ്റ്ററിംഗ് നടത്തി പെൻഷൻ വാങ്ങുന്നത് അനാവശ്യമായ പ്രവൃത്തിയാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനവകുപ്പ് പരിശോധന തുടരാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. യോഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാലൻ, അതുപോലെ ചീഫ് സെക്രട്ടറി തുടങ്ങിയ പ്രമുഖരെല്ലാം പങ്കെടുത്തിരുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും ആ സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി കർശനമായ നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. പലിശ സഹിതം നടപടി എടുക്കുമെന്നും അവർക്കെതിരെ മറ്റ് നിയമ നടപടി എടുക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ പറച്ചിൽ പറയുന്ന ഈ സമയത്ത് മാത്രമാണോ? കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഇതിനെതിരെ നടപടിയൊന്നും എടുക്കാതെ അത്യാവശ്യം കുറെ പണം തിരിച്ചു വാങ്ങി പ്രശ്നം തീർക്കുക എന്നത് മാത്രമാണ് സർക്കാർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ കൈപ്പറ്റിയവർക്കെതിരെ നിയമ നടപടി തന്നെ എടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു സർക്കാർ. ചെയ്യുമോ? മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ ശരി തന്നെ, നമ്മൾ മുഖ്യമന്ത്രിയെ ഇപ്പോൾ തൽക്കാലം വിശ്വസിക്കുന്നു. പക്ഷേ നടത്തുമോ? കാത്തിരിക്കാം.